വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ദുരന്തത്തിൽ ഒരുപാട് കുട്ടികൾക്ക് മുലപ്പാല് പോലും കിട്ടാത്ത ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്. അമ്മമാരുടെ ഉമ്മമാരൊക്കെ മരണപ്പെട്ടു, അമ്മമാരൊക്കെ ഇല്ലാതെയായി. അപ്പോൾ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരാളൊരു പോസ്റ്റ് ഇട്ടിരുന്നു, മുലപ്പാലുള്ള ആവശ്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ പറയണം, അവരുടെ ആളുകൾ ഉണ്ടെങ്കിൽ പറയണം, എൻ്റെ ഭാര്യ റെഡിയാണ്. അത്രയും സന്നദ്ധയായ ഒരു സ്ത്രീയെ കുറിച്ചാണ് ഭർത്താവ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്. അതിനടിയിൽ ഒരു ഞരമ്പം വന്ന് കമന്റ് ഇട്ടു, ജോർജ്. നാളെ പേരൊക്കെ ഞാൻ പറയാം, ജോർജ്. ഞാൻ പേര് മറച്ചു വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും പേര് ഞാൻ പറയാം, കാരണം ഇങ്ങനത്തെ ഞരമ്പന്മാരെ പുറത്ത് പറയണം. ഓൻ പറഞ്ഞു കുറച്ചൊക്കെ ആവശ്യമുണ്ട് എന്ന്. ഓന്റെ മുലപ്പാൽ ഇവനക്ക് വേണത്രേ. ഇതങ്ങോട്ട് പോസ്റ്റ് ഇട്ടപ്പോ ഞാൻ അഭിനന്ദിക്കാട്ടോ കണ്ണൂർക്കാര് കയറി അങ്ങോട്ട് നിരങ്ങി നല്ല അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തു. മുഖമൊന്നും ഞാൻ കാണിക്കണില്ല, പാവല്ലേ, ഒരു കുടുംബവും ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനൊപ്പം സർക്കാരിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അതിന്റെ സന്നദ്ധരായ ആളുകളൊപ്പം നിൽക്കുക എന്നൊരു സാമാന്യ മര്യാദ. ഇപ്പൊ ഞാനൊരു വീഡിയോ പോലും കണ്ടു. ആ വീഡിയോയില് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെ വൃത്തികേടുകളാണ് അയാൾ വിളിച്ചു കൂവുന്നത്. അവിടുത്തെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ആരും സഹായിക്കരുത് എന്ന രീതിയിലൊക്കെയാണ് പ്രചരണം. എന്തിനാണ് ഇമാതിരി തെമ്മാടിത്തരങ്ങൾ? 24 ചാനൽ വർക്ക് ചെയ്യുന്ന ഹാഷ്മിയുടെ മുൻപത്തെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കുന്നതൊക്കെ ഭയങ്കര തട്ടിപ്പാണ്, വെറുതെ കൊടുത്തിട്ട് കാശ് കളയണ്ട. നമ്മളൊന്ന് ചിന്തിക്കാം. നിങ്ങൾ സഹായിക്കുന്ന സഹായങ്ങൾ ആർക്കും കൊടുക്കുക. പക്ഷേ ഒരു 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 മതസംഘടന സഹായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മതത്തിലെ ആളുകളെ സഹായിക്കാൻ ശ്രമിക്കും. മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ സുപ്രഭാതർത്തൊക്കെ സുപ്രഭാതത്തിലെ രക്ഷാപ്രവർത്തകരായിട്ട് കാണാൻ വിക്കായുടെ ആളുകളെയാണ്. SDPയുടെ ആളുകളാണെങ്കിൽ അവരുടെ ആളുകളെയാണ് കാണിക്കുക. അവർ അവിടെ നിസ്കരിക്കുന്നതും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഒക്കെ വന്നിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആളുകളെ പ്രൊമോട്ട് ചെയ്യും. നമ്മൾ സർക്കാരിന്റെ കയ്യിൽ കൊടുക്കും, അത് എല്ലാവർക്കും അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും കിട്ടും. അതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും പണം കൊടുത്തുള്ള പ്രത്യേകത. അവിടെ റോഡ് ഉണ്ടാക്കുക, ഇതൊക്കെ റവന്യൂ ആണല്ലോ ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ നമ്മൾ സർക്കാരിനെ സഹായിക്കലല്ലേ? പിന്നെ അവിടെ തട്ടിപ്പ് നടത്തിയ വെട്ടിപ്പ് നടത്തിയത് അത് വിജിലൻസ് ആണ് കണ്ടെത്തിയത്. ഈ സർക്കാരിന് വിജിലൻസ് തന്നെയാണ് കണ്ടെത്തിയത്. ആ കേസ് അവിടെ നടക്കുന്നുണ്ട്, അത് നടക്കട്ടെ. പിന്നെ പണ്ടൊക്കെ ഒരു അപേക്ഷ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തെങ്കിലാണ് സഹായങ്ങൾ കിട്ടിയിരുന്നത്. ഈ 2015 പ്രളയം വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ആരത്ര ചിന്തിച്ചിരുന്നില്ല. വല്ല അസുഖങ്ങൾ വരുമ്പോൾ മാത്രം കാശ് കിട്ടുന്നവരെ, കടലാക്രമണം ഉണ്ടാകുമ്പോൾ മാത്രം കാശ് കിട്ടുന്നതായിരുന്നു. പ്രളയശേഷം ഒരുപാട് പേര് പണം കൊടുക്കാൻ തുടങ്ങി. ആ ഒരു പണം കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ദുരിതാശ്വാസ നിധി ഉണ്ട്. അതിൽ കുറച്ച് തട്ടിപ്പുകളും കുറച്ച് വെട്ടിപ്പുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളതിൽ സുതാര്യത മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയാണ്. ഞാൻ കൂട്ടത്തിൽ ഇപ്പൊ ഇന്നോട് ഇതിൽ വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുള്ളവരുണ്ടാവാം. ആയിക്കോട്ടെ, ഞാൻ അവരുടെ ഒരു പ്രയാസങ്ങളെ ഞാൻ മാനിക്കുന്നുണ്ട്. ഉള്ളതിൽ തട്ടിപ്പ് പാരാ നടത്താത്തത് എല്ലാ സംഘടനകളും പണത്തിന്റെ കാര്യത്തിൽ, അത് ഒന്നിലും പ്രശ്നമുണ്ടോ, മതസംഘടനയിലും അല്ല എന്ത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും പണം കിട്ടിയാൽ തട്ടിപ്പൊക്കെ നടത്തും. അപ്പോൾ ഉള്ളൊരു ആശ്വാസം തോന്നിയത് മുഖ്യമന്ത്രി കൊടുക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ നമ്മൾ ഇന്ന് ചോദ്യം ചോദിച്ചിരുന്നു, ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിച്ച ഒരു പാലം, ബെയിലി ബ്രിഡ്ജ് എന്ന് പേരുള്ള ഒരു പാലം. അപ്പൊ ആ ഒരു പാലത്തിന്റെ വിശേഷങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും സഹായിക്കുകയാണെങ്കിൽ നമ്മൾ അർഹരായ ആളുകളുടെ കയ്യിൽ അത് കൊടുക്കുക. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനായിട്ട് മുഖ്യമന്ത്രിക്ക് മാത്രം കൊടുക്കാവുന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ വിശ്വാസ്യതയെങ്കിൽ ആ വിശ്വാസമുള്ള ആളുടെ കയ്യിൽ കൊടുക്കുക. അതായാലും അവരെ പുനരധിവസിക്കേണ്ടത് നമ്മുടെ കൂടി കടമയാണ്. മഴയെ തുടർന്ന് ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയെയും മുണ്ടക്കയത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം തകർന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റ് നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിച്ചത്. ജൂലൈ 31 രാവിലെ ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണം ആഗസ്റ്റ് 1 വൈകിട്ടോടെ പൂർത്തീകരിച്ച് ഗതാഗതം ആരംഭിച്ചു. എന്താണ് അത്ഭുതകരമായ ഈ ബെയിലി പാലം? എല്ലാവരും ദുരന്തം വരുമ്പോൾ ഇടയ്ക്കെങ്കിലും കേൾക്കുന്ന വാർത്തയാണ് പട്ടാളം ബെയിലി പാലം ഞൊടിയിടയിൽ നിർമ്മിച്ചു എന്നത്. ബെയിലി പാലം ഒരു പുതിയ ടെക്നോളജി ഒന്നുമല്ല. 2ാം ലോക മഹായുദ്ധ സമയത്ത്, അതായത് 1942 ബ്രിട്ടീഷുകാരനും സിവിൽ എഞ്ചിനീയറുമായ ഡൊണാൾഡ് കോൾമൻ ബെയിലിയാണ് ആദ്യമായിട്ട് ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയത്. അത് വേഗത്തിലുള്ള സൈനിക നീക്കങ്ങൾക്കും അതിലൂടെ യുദ്ധവിജയത്തിലേക്കും വഴിവെച്ചതായി കണക്കാക്കുന്നു. അന്ന് മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഈ നിർമ്മിതി ഉപയോഗപ്പെടുത്തിയതായിട്ട് വരുന്നു. ഇത്തരമൊരു പാലം നിർമ്മിതി കണ്ടുപിടിച്ചതിന് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് കോൾമൻ ബെയിലിയാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിനാണ് ഡൊണാൾഡ് കോൾമൻ ആദ്യമായിട്ട് ഇത്തരമൊരു പാലം നിർമ്മിച്ചു നൽകുന്നത്. എന്താണ് ബെയിലി പാലത്തിന്റെ പ്രത്യേകത എന്നറിയാവോ? താരതമ്യേന വളരെ ലളിതമായ പ്രക്രിയയാണ് ബെയിലി പാല നിർമ്മാണം. മുൻപേ ഡിസൈൻ ചെയ്തു നിർമ്മിച്ചു വെച്ച ചെറിയ ഫ്രെയിമുകൾ പരസ്പരം ആൺപെൺ സോക്കറ്റുകൾ കയറ്റി യോജിപ്പിച്ച് അതിൻ്റെ പിന്നുകളാൽ
ലോക്ക് ചെയ്താണ് ഇവ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രം വളരെ സിമ്പിളാണ്. മുകളിൽ വരുന്ന ഭാരത്തെ പരസ്പരം ലോക്ക് ചെയ്തു വെക്കുന്ന ഇരുവശത്തുമുള്ള ട്രസ് സ്ട്രക്ചറുകൾ കൊണ്ട് താങ്ങി നിർത്തുന്നു. ഉദാഹരണത്തിന് വീടിന് ഓടിടുന്നതിന് കഴുക്കോൽ ത്രികോണ ആകൃതിയിൽ ഉറപ്പിച്ചു വെക്കുന്നത് പോലെ മുകളിൽ വരുന്ന ടൈലിന്റെ ഭാരം ഈ ട്രസ്റ്റുകളിലൂടെ സുരക്ഷിതമായി താങ്ങി നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ബെയ്ലി പാലത്തിന് പ്രധാന ഭാഗം ഇരുവശത്തെയും കൈവരി ഫ്രെയിമുകളാണ്. ഇവയ്ക്ക് ഏതാണ്ട് 3 മീറ്റർ നീളവും 1.50 മീറ്റർ ഉയരവും ഉണ്ടാവും. ഏതാണ്ട് 250 കിലോഗ്രാം ഭാരം വരുന്ന ഓരോ ഫ്രെയിമും മെമ്പറും സുഖമായി ആളുകൾക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇരുവശത്തെയും പാനലുകൾ താഴെ തുല്യ അകലത്തിൽ വെക്കുന്ന സ്ട്രിങ്ങർ ബീമുകളുടെ, അതായത് റെയിൽപാളത്തിലൊക്കെ ഈ സ്ലീപ്പർ പോലെ വെക്കുന്നത്, മുകളിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. ഓരോ സൈഡ് പാനലും ആൺപെൺ ജോയിന്റുകൾ കയറ്റി ഉറപ്പിച്ച് പിന്നുകൾ ഉപയോഗിച്ച് ഈ സേഫ് ലോക്ക് ചെയ്യുന്നു. ഇതുപോലെ ഓരോ 3 മീറ്ററിലും പാനലുകൾ യോജിപ്പിച്ച് ഇവയെ തള്ളി നീക്കി ഉറപ്പിച്ചു മറുകരയെത്തിക്കും. അതിനുശേഷം നിർമ്മിച്ചു വെക്കുന്ന തടിയുടെ ബല്ലാസ്റ്റ് വെച്ചോ മെറ്റൽ ഷീറ്റ് വെച്ചോ പ്രതലം പിൻലോക്ക് ചെയ്ത് കഴിയുമ്പോൾ പാലം പണി പൂർത്തിയാകും. ഇരുവശത്തും ഉറപ്പുള്ള ഇരുമ്പിൻ്റെയോ കോൺക്രീറ്റിൻ്റെയോ ഫൗണ്ടേഷൻ വെച്ച് അതിലേക്കാണ് ഈ പാലം നിർത്തുന്നത്. ഓരോ പാനലിനും പരമാവധി അനുവദനീയ ഭാരം 300 കിലോഗ്രാമിന് താഴെയേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള 4 പേർക്ക് സുഗമമായിട്ട് പൊക്കിക്കൊണ്ടു പോകാൻ കഴിയുന്നുള്ളതാണ്. ഇത് ഈ പാലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഈ സവിശേഷതകളാൽ ഇവ അടിയന്തര അവസ്ഥയിൽ അത്യാവശ്യം ചെരിവുള്ള കരകളിൽ പോലും അയൺ സെക്ഷനുകൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ ഫൗണ്ടേഷൻ ആക്കിയിട്ട് വേഗം അടുക്കി അടുക്കി തള്ളി നീക്കി നിർമ്മിച്ചു പോകാം എന്നർത്ഥം. താങ്ങേണ്ട പരമാവധി ഭാരത്തിനും അകലത്തിനും അനുസരിച്ച് പല വലുപ്പത്തിൽ പല ഭാരത്തിനും വേണ്ട പാലങ്ങൾ സൈന്യം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ വെച്ചതാണ്. ഏതാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഈ ഭാഗങ്ങൾ ട്രക്കുകളിലും മറ്റും എത്തിച്ച് സൈറ്റിൽ ഫിറ്റ് ചെയ്ത് പാലം നിർമ്മിക്കുകയാണ് സൈന്യം ചെയ്യുന്നത്. ഭാരം മേൽപ്പറഞ്ഞതുപോലെ കുറവായതിനാലും ഒത്തിരി സാങ്കേതികമായ സൈറ്റ് വർക്കുകൾ ആവശ്യമില്ലാത്തതിനാലും വളരെ വേഗത്തിൽ വളരെ ഫലവത്തായ വിധത്തിൽ ഏറെ ഭാരം താങ്ങാൻ ശേഷിയോടെ ഈ പാലം സിമ്പിളായി നിർമ്മിച്ചെടുക്കാം. അധികം യന്ത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഉപയോഗം കഴിയുമ്പോൾ പൊളിച്ചെടുത്ത് മെയിൻ്റെനൻസ് ചെയ്ത ശേഷം പാക്ക് ചെയ്ത് മറ്റൊരു ഉപയോഗത്തിനായിട്ട് ഈ പാലം കരുതി വെക്കും. ചുരുക്കി പറഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉതകും വിധം ഡിസൈൻ ചെയ്ത് വെക്കുന്നവയാണിവ. ആവശ്യം അനുസരിച്ച് സൈറ്റിൽ എത്തിച്ച ശേഷം ഈ ഒരു മെംബ്രെയിനുകൾ ആൺപെൺ ജോയിന്റുകളാലും പിന്നുകളാലും തമ്മിൽ ഉറപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഈ ബെയ്ലി പാലം. ഇത് ഇതേപോലെ ഊരിയെടുക്കുകയും ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ച ഒരു പാലം അവിടെ യഥാർത്ഥ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവരത് അഴിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. വശത്തെ ഭിത്തികളുടെ ട്രസ് ആക്ഷൻ വഴി ഓരോ മെമ്പറിനിലും വരുന്ന ഭാരത്തെ പരസ്പരം 2 ഫോഴ്സ് കമ്പോണ്ടന്റുകൾ ആക്കിയിട്ട് ഇതിനെ ഒരു ശക്തി പരസ്പരം ഇല്ലാതാക്കി ചെയ്യുന്ന ഒരു വിദ്യ ഇവയിൽ പ്രയോജനപ്പെടുത്തുന്നത്. ഈ ട്രസ്റ്റുകൾ ത്രികോണ ആകൃതിയിൽ ഡിസൈൻ ചെയ്യുന്നത് ഈ ട്രസ്റ്റ് ആക്ഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിൾ ഡിസൈൻ കൊണ്ടാണ് ഈ പാലം വേഗത്തിൽ നിർമ്മിക്കുന്നത്. ശ്രദ്ധയോടെ നിർമ്മാണം വീക്ഷിച്ചു നിന്നാൽ ആരോഗ്യവും വിശേഷ ബുദ്ധിയും ഉണ്ടെങ്കിൽ ആർക്കും ഈ പാലം ഉറപ്പിക്കാനാകും. അത്ര കൃത്യതയാണ് ഓരോ ഭാഗത്തിൻ്റെയും ഡിസൈൻ. ഒറ്റപ്പെട്ടു പോകുന്ന ദുരന്ത മേഖലകളിൽ വളരെ ഏറെ ഫലപ്രദമാണ് ഇത്തരം പാലങ്ങൾ. സാമഗ്രികൾ എത്തിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് ലേ ഔട്ട് സ്കെച്ച് പ്രകാരം ഏതു ഭാഗത്തിൽ നിന്ന് ഏതു വിധത്തിൽ നിർമ്മാണം നടത്തണം എന്നുള്ള സൈറ്റിന് ഉതകുന്ന എഞ്ചിനീയറിംഗ് നിർമ്മിതി തുടങ്ങുന്നു. ഇനി കേരളത്തിലെ ആദ്യത്തെ ബെയ്ലി പാലം ഏതാണെന്നറിയാവോ? 1996 നവംബർ 8 കേരളത്തിലാണ് പൊതുജനങ്ങൾക്ക് അടിയന്തര യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് സൈന്യം ഒരു ബെയ്ലി പാലം നിർമ്മിച്ചത്. റാന്നി പാലം തകർന്നപ്പോൾ ആയിരുന്നു ഇത്. 2 മാസക്കാലം ഈ പാലത്തിലൂടെ ഭാരമുള്ള വാഹനങ്ങളടക്കം കടന്നുപോയിട്ടുണ്ട്. 2017 ഏപ്രിൽ 5-9 എനാത്ത് പാലത്തിന് കേടുപാട് സംഭവിച്ചപ്പോഴും കല്ലടയാറിന് കുറുകെ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചിട്ടുണ്ട്. 54.50 മീറ്റർ നീളത്തിൽ 3.50 മീറ്റർ വീതിയിലുമായിരുന്നു ആ പാലം നിർമ്മിച്ചത്. ഏതായാലും ഈ പാലത്തിന്റെ വിശേഷമുള്ള വീഡിയോ കേട്ടല്ലോ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. 160 സൈനികരാണ് ഈ പാലം നിർമ്മിക്കാനുണ്ടായിരുന്നത്. ബുധനാഴ്ച വൈകിട്ട് 3 മണി മുതലാണ് ബംഗളൂരുവിൽ നിന്നുള്ള മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ 160 സൈനികർ ചേർന്നിട്ട് ഈ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ലോറികൾ ഉൾപ്പെടെ 22 വാഹനങ്ങളിലായാണ് പാലത്തിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത്. ഉരുൾപൊട്ടി ഒഴുകി വന്ന ചെളി റോഡിൽ കാൽമുട്ടോളം നിറഞ്ഞു കിടക്കുന്നതിനാൽ പാലത്തിനുള്ള സ്പാനുകൾ യോജിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 190 അടി നീളവും 10.9 അടി വീതിയും 25 ടൺ ഭാരം താങ്ങാനുള്ള ശേഷിയുമുണ്ട് ഇപ്പോൾ നിർമ്മിച്ച ഈ പാലത്തിന്. ഒരു വലിയ ബസ്സിന് പാലത്തിലൂടെ അനായാസം കടന്നു പോകാൻ കഴിയുന്ന തരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.